കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഇന്നലെ കൊല്ലപ്പെട്ട ഷിബില മുൻപ് ഭർത്താവ് യാസിറിനെതിരെ നൽകിയ പരാതി പോലീസ് അവഗണിച്ചു. യാസിർ സ്ഥിരമായി ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും തന്നെ നിരന്തരം മർദ്ദിച്ചിരുന്നുവെന്നും താമരശ്ശേരി SHOയ്ക്ക് നൽകിയ പരാതിയിൽ ഷിബില വ്യക്തമാക്കുന്നുണ്ട്. യാസിറിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ഞാനിവിടെ വരുമ്പോൾ അവന് അവളെ പരിക്കേൽപ്പിച്ചിട്ട് കുഞ്ഞി എന്ന് പറഞ്ഞ വ്യക്തിനെയും പരിക്കേൽപ്പിച്ച് കത്തി വീശി വരികയായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അടുത്തപ്പോൾ എൻ്റെ നേരെയും കത്തി വീശി. അപ്പോൾ ഈ ചെറിയ സൈക്കിൾ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ സൈക്കിൾ എടുത്ത് വീശുകയും ചെയ്തു. അവൻ ആ കാറിലേക്ക് കയറിപ്പോയി. അന്നപ്പോൾ ഈ സൈക്കിൾ എടുത്തിട്ട് ഞാൻ എന്താക്കി കാറിൻ്റെ മുകളിലേക്ക് എറിഞ്ഞു. കുഞ്ഞി എന്ന് പറഞ്ഞ ആളെന്താക്കി കാറിൻ്റെ മുകളിലേക്ക് ഗ്ലാസ്സുമ്മലേക്ക് കല്ലെടുത്ത് എറിഞ്ഞു. അങ്ങനെ അവൻ പോയി. വണ്ടി എടുത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഇവിടെ കത്തിന് പാടുണ്ടായിരുന്നു. ആദ്യം അവളെയാണ് ആക്രമിച്ചതെന്നാണ് പറഞ്ഞു കേട്ടത്. അവളെ ആക്രമിച്ചപ്പം തടുക്കാൻ നിന്ന ഈ വ്യക്തിയെ അവർക്കും കുത്തുകൊണ്ടു. അവരുടെ ഉമ്മയുണ്ടായിരുന്നു, ഉമ്മക്കും കുത്തുകൊണ്ടു. ഉമ്മൻ്റെ പുറഭാഗത്തായിരുന്നു മുറിവുണ്ടായിരുന്നത്. സ്വബോധത്തോടെയാണ് ഷിബിലയെ ഭർത്താവ് യാസിർ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്ന് പോലീസ്. ആക്രമണ സമയത്ത് യാസിർ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്ന് വൈദ്യപരിശോധനയിൽ സ്ഥിരീകരണം. അഭിജിത്ത് മുഴക്കുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഈ പരാതി അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണോ? അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇതിനോടകം എന്തൊക്കെയാണ് വിവരങ്ങൾ അഭിജിത്ത്? ഉന്മേഷ്, ഭർത്താവായ യാസിർ തന്നെ നിരന്തരം ശല്യപ്പെടുത്തുന്നു, തന്നെ ആക്രമിക്കുന്നു, തന്നെ തെറിവിളിക്കുന്നു തുടങ്ങിയ പരാതികൾ പോലീസ് സ്റ്റേഷനിൽ ഷിബില നൽകിയതാണ്. പക്ഷേ അപ്പോഴൊന്നും ഒരു ഇടപെടൽ അത് രമ്യതയിൽ എത്തിക്കാൻ അല്ലെങ്കിൽ അത് പരിഹരിക്കാനൊക്കെയുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഉയരുന്ന ആക്ഷേപം. ഈ പരാതിയുടെ കോപ്പിയൊക്കെ ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വബോധത്തോടെയാണ് ഈ ആക്രമണം ഇന്നലെ ഇയാൾ നടത്തിയത്. ഷിബിലയ്ക്ക് നേരെയുള്ള ആക്രമണം യാസിറിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. മെഡിക്കൽ എടുത്തിരുന്നു ഇയാളുടെ. ഈ വൈദ്യപരിശോധനയിലാണ് ഇയാൾ ഈ ആക്രമണ സമയത്ത് ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ മുൻപ് ലഹരി ഉപയോഗിച്ചിരുന്നു, നിരന്തരമായി ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളൊരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പരാതി അത് ഭാര്യയായ ഷിബിലിക്കുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ നാട്ടുകാരും അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നമുക്കറിയാം ഈ പുതുപ്പാടിയിൽ മാതാവിനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയായ ആഷിഖ്, ഈ ആഷിഖും ഈ യാസിറും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. അവർ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ, അതായത് യാഷിക്ക് സ്വന്തം അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നാലെ ഇയാളുമായുള്ള സൗഹൃദം ഉപേക്ഷിക്കണമെന്ന് ഷിബിലി ഇദ്ദേഹത്തോട്, അതായത് ഈ യാസിറിനോട് പറഞ്ഞിരുന്നു. അങ്ങനെ ആ ബന്ധം തുടരുന്നതിലുള്ള ഒരു അതൃപ്തിയും ഈ ഷിബിലി ഭർത്താവായ യാസിറിനോട് പറഞ്ഞിരുന്നു. പക്ഷേ ഈ സൗഹൃദത്തിൽ നിന്ന് പുറത്തു പോകാൻ അല്ലെങ്കിൽ ഈ സൗഹൃദ ബന്ധം ഉപേക്ഷിക്കാൻ ഇയാൾ തയ്യാറായില്ല, യാസിർ തയ്യാറായില്ല. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുള്ളത് ഉന്മേഷ്, ഇവർ തമ്മിലുള്ള ഈ പ്രശ്നം പരിഹരിക്കാൻ നാട്ടുകാർ ഒരു ശ്രമം നടത്തിയിരുന്നു. നമുക്കപ്പോൾ ഇപ്പോൾ ഇവിടെയുള്ള മെമ്പർ ചേരുന്നുണ്ട്. ഈ നാട്ടുകാരും ചെറിയൊരു ശ്രമമൊക്കെ നടത്തിയിരുന്നല്ലോ ഇവരുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനും. ഒപ്പം തന്നെ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ, ഷിബിലിയുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ യാസിറിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് തിരികെ മേടിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നാട്ടുകാരിടപെട്ട് അങ്ങനെ ഒരു ശ്രമം നടത്തിയിരുന്നല്ലേ? അതിൽ നിലവിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവള് ഈ ഭർത്താവുമായി പിണങ്ങി ഷിബില പോരുന്നു, സ്വന്തം വീട്ടിലേക്ക് പോരുന്നു. അതിനുശേഷം ഇവളുടെ ഡ്രസ്സ് ആവശ്യപ്പെടുന്നു, കുട്ടിയുടെയും ഷിബിലയുടെയും ഡ്രസ്സ് ആവശ്യപ്പെടുന്നു. അതവിടെയാണല്ലോ ഉള്ളത്. അപ്പോൾ അത് ആവശ്യപ്പെടുമ്പോൾ ഇവൻ ചെയ്യുന്നത് ഡ്രസ്സ് കൂട്ടിയിട്ട് കത്തിച്ച് ആ വീഡിയോ എടുത്ത് അത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുന്നു. ഇത് കണ്ട് ഷിബില പേടിച്ചു പോയിട്ടുണ്ട്. കാരണം സർട്ടിഫിക്കറ്റുകൾ, കുട്ടിയുടെ ആധാർ കാർഡ് അതുപോലെ ഷിബിലയുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം അവിടെയുള്ളത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും തിരിച്ചെടുത്തിട്ടില്ലെങ്കിൽ അത് നശിപ്പിക്കപ്പെടും എന്ന് പേടിച്ച് ഷിബില, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട്, എൻ്റെ ഫാദർ മുൻ പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ ഫാദറിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് ആ സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങിത്തരണം എന്ന് പറയുന്നു. അത് പ്രകാരം ഷിബിലയെ, ഈ യാസിറിനെ എൻ്റെ ഫാദർ വിളിച്ച് വീട്ടിൽ വരുത്തുന്നു. അവിടെ വെച്ച് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾ എൻ്റെ കൂടെ വരണം, അല്ലെങ്കിൽ ബന്ധം ഇപ്പോൾ പിരിയണം, ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇവരുമായി ബന്ധപ്പെട്ടപ്പോൾ ഇവർ പറഞ്ഞത്, ഷിബിലയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അവർ പറഞ്ഞ് നോമ്പ് കാലമാണ്, പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ആലോചിക്കാം എന്നുള്ള സർട്ടിഫിക്കറ്റ് ഇപ്പോൾ വാങ്ങിത്തരണമെന്ന് പറയുന്നു. അത് പ്രകാരം സർട്ടിഫിക്കറ്റ് നീ അങ്ങോട്ട് കൊണ്ടുപോകണ്ട, ഇവിടെ തരണം എന്ന് ഫാദർ പറയുന്നു. അങ്ങനെ പോയതാണ്. തരില്ല എന്നും തരണമെന്നും പറഞ്ഞെങ്കിലും ഒന്നും പറയാതെ ഇവൻ അവിടുന്ന് മടങ്ങിപ്പോകുന്നു. അതിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്ന മിനിയാന്നാണ്. ഇന്നലത്തെ സംഭവം. അതിനുശേഷം ഇന്നലെ ഉച്ച കഴിഞ്ഞ് വീണ്ടും ഷിബിലയുടെ വീട്ടിലേക്ക് യാസിർ എത്തുന്നുണ്ട്. അതിന് പിന്നാലെ വൈകുന്നേരം, അതായത് ഈ നോമ്പ് തുറക്കുന്ന സമയം എത്തിയാണ് ഈ ഒരു ക്രൂരകൃത്യം യാസിർ ചെയ്തത്. ഉന്മേഷ്, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.